ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ആലു ബോണ്ടയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണോ? അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. എനിക്കിപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബറെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല, അന്ന് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒട്ടും അനക്കം ഇല്ലാണ്ട് കിടന്ന എൻ്റെ ഒരു ചാനൽ ഇപ്പം ചെറുതായിട്ടൊക്കെ ജീവൻ വെച്ചതിന് കാരണം എൻ്റെ ടിക്ടോക്ക് ഫ്രണ്ട്സ് ആണ്. അവരെ വെറും ഫ്രണ്ട്സ് എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പോഴത്തെ ന്യൂജൻ വേർഡായ ചങ്ക് ബ്രോസുകൾ. അപ്പം ഞാൻ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതൽ ആൾക്കാരും ചെയ്തിട്ടുണ്ട്. അവർ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു വിശ്വാസമൊക്കെ ഉണ്ട്, എൻ്റെ ചാനൽ എങ്ങനെയെങ്കിലും അത് മുൻപോട്ട് പോകും, ഇടയ്ക്ക് വെച്ച് അത് ബ്രേക്ക് ആവത്തില്ലെന്ന്. അപ്പം അധികം വാചകം അടിച്ച് സമയം കളയുന്നില്ല. അപ്പം നമുക്ക് ആലു ബോണ്ട തയ്യാറാക്കിയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും കിച്ചണിലേക്ക് പോരെ കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ 2 പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി നന്നായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിതൊന്ന് കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ കുക്കറിലിരുന്ന് ഇതൊരു 3 വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഞാൻ വെന്തിട്ട് നന്നായിട്ടത് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ ഞാൻ പുതിനയിലയാണ് എടുത്തിരിക്കുന്നത്. മല്ലിയില ഉണ്ടെങ്കിൽ അതെടുക്കുന്നത് നല്ലത്. പുതിനയില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതെടുത്തു. പിന്നെ കുറച്ച് കടലമാവും അരിപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത് കാണിക്കാം. അപ്പം നമുക്ക് മസാലകളൊക്കെ എടുക്കുന്നതിന് മുൻപായിട്ട് ഒരു പാൻ വെച്ചൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സാധനം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ജീരകം കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിഞ്ച് ജീരകം കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ജീരകം എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡൈജഷൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിലെ എല്ലാ സാധനങ്ങളിലും അവർ ജീരകം ചേർക്കാറുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പുതിന ലീഫും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് വഴന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതായതുകൊണ്ട് നോർമലായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് അല്പം കായപ്പൊടി ചേർക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കായപ്പൊടി, നമ്മൾ ജീരകം ഇതെല്ലാം നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇത് ജീരകത്തിൻ്റെ പൊടിയാണ്. നമ്മൾ ആദ്യം കുറച്ച് ജീരകം ഇട്ടു, അതുപോലെ തന്നെ ഒരു പിഞ്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഇവിടെ ഒന്ന് ഇളക്കിയെല്ലാം കൊടുത്തിട്ട് നമ്മളിനി നന്നായിട്ട് വേവിച്ചൊക്കെ വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും പൊട്ടറ്റോ വെച്ചിട്ട് ഒരു 6-7 എണ്ണം കാണും. നമ്മൾ 6-7 ബോണ്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ആലു ബോണ്ട. ഇഷ്ടമുള്ളവർക്ക്, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ട് എടുക്കാം. അപ്പം ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്നൊന്ന് ആറട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ബോളാക്കാൻ. അപ്പോൾ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് കൂടെ നമുക്ക് തയ്യാറാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി അരിപ്പൊടിയും കടലമാവും കൂടാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയൊരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി പാകത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അളവൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ, നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ. അപ്പം നമ്മുടെ മിക്സ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇനി കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർക്കണമെങ്കിൽ നമ്മൾ ചേർത്ത് മുക്കിയെടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഇതിനി ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഉരുളയാക്കിയെടുക്കാം. അപ്പോൾ ഓയിലൊന്ന് നന്നായിട്ട് ചൂടാകുന്ന സമയത്തിന് നമുക്കിതൊരു ബോളാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ചെറിയ നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ ബോളാക്കിയെടുക്കുക. ഇതൊന്നും പിന്നെ പ്രത്യേകിച്ച് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമോ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതുപോലെ കേട്ടോ. അപ്പോൾ എണ്ണ ഏകദേശമൊക്കെ ചൂടായി വന്നു. അപ്പം ഞാൻ
ബോളെല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. ഇനി 2 കൂടി ഉള്ളൂ. അപ്പോൾ ഒരു പീസ് ഇട്ട് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട്. ഇനി നമുക്ക് ഓരോ ബോൾ എടുത്ത് ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മിക്സിനകത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ആലു ബോണ്ട റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ ഈസി അല്ലേ? അപ്പം നമുക്ക് ചെറിയ സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ഒരു ഇത് ചീനിച്ചട്ടി ആയതുകൊണ്ട് ഒരുപാടെണ്ണം ഒന്നിച്ചൊന്നും ഇടാൻ പറ്റത്തില്ല. നിങ്ങളുടെ വലുതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇവിടെ. അപ്പം അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ആദ്യത്തെ 3 റെഡി ആയി കഴിഞ്ഞു. അതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ആലു ബോണ്ട റെഡി ആയി കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ടൊമാറ്റോ കച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിന ചട്നിയോ വൈറ്റ് ചട്നിയോ എന്താണോ ഇഷ്ടം അത് കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആലു ബോണ്ട, ചായ, മഴ, ജോൺസൺ മാഷ്, ആഹാ അന്തസ്. ഇതൊന്നും പറയാൻ ഇപ്പോൾ ഇവിടെ ഇല്ല. നല്ല ചൂടാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ ബൈ.